എടോ, പ്രേതവും ഭൂതവും ഇല്ലടോ. താനെന്താ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? ഞാനാണ് പ്രേതങ്ങളെ വളർത്തുന്നതാണോ താൻ ആലോചിക്കുന്നത്? അങ്ങനൊന്നുമില്ല സാറേ. സാറേ, മരുന്നിങ്ങി തന്നാ മതി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പൊക്കോളാം. അല്ല, താൻ ആരുടെ പ്രേതത്തെയാ കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതൊരു വൃത്തികെട്ട പ്രേതത്തെയാ സാറേ. അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് പേടിയാ. അങ്ങനെ തേടി നടക്കുന്ന ആത്മാവാണെങ്കിലേ ഇവിടുന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നാലെ തന്നെ ഉണ്ടാവും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ സാറേ. ഞാൻ ആ മുറിയിലുണ്ടായിട്ടും പിന്നെ ഏത് പ്രേതം വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ നാളുള്ള വീട്ടിലെ ഇങ്ങനെ ആത്മാക്കളൊന്നും വരാറില്ല സാറേ. എടോ പ്രതാപ, ആർക്കെങ്കിലും ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും താൻ കൊന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല സാർ. അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. ഏതായാലും താൻ പുറത്തുനിന്നിരിക്കുക, ഞാൻ മരുന്നൊക്കെ എടുത്തു തരാൻ പറയാം. എന്നിട്ട് കൃത്യമായിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ കഴിക്കാനുള്ള മരുന്ന് കൃത്യമായി കഴിക്കണം. ശരി സാറേ. ശരി പ്രതാപ, പിടിക്കണോടാ? ഞാൻ പിടിക്കാം. വാ വാ, ഇങ്ങോട്ട് വാ. ഇവിടെ അയാളുടെ കണ്ണിലൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്ത്? ഇത് ചെറിയൊരു പ്രേതാലം തന്നെയാ. നീ ഇങ്ങോട്ട് വന്നു. വേറൊരു പ്രേതം. നീ താലി കെട്ടിയപ്പോ മുതൽ ആ പ്രേതം നിന്റെ കൂടെ കൂടിയതാ. ഇവളുടെ മോള് കുറെ നാള് പ്രേതമായിട്ട് നടന്ന് നമ്മളെ പേടിപ്പിച്ചതാ. ആ സമയത്ത് ഇവള് പോലും പ്രേതമാണെന്ന് നമ്മൾ കരുതിയേ. ഇനി അവള് പൂജയും മന്ത്രവാദവും ഒക്കെ കൊണ്ട് കണ്ണന്റെ അച്ഛന്റെ ഗതി കിട്ടാത്ത ആത്മാവിനെ നമ്മുടെ പിന്നാലെ വിട്ടതായിരിക്കും അമ്മേ. അമ്മയ്ക്കറിയാലോ ഞാൻ അവനെ കൊന്നുവന്ന്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ പ്രേതം ആരാ മനുഷ്യൻ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ ദേഹത്ത് പ്രേതമൊന്നും കൂടിയിട്ടില്ലല്ലോ. നിന്റെ അമ്മൂമ്മയുടെ ദേഹത്താ പ്രേതം കൂടിയിരിക്കുന്നത്. അല്ല പിന്നെ പണ്ട് നിന്റെ അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് മരിച്ചുപോയ നിന്റെ അമ്മൂമ്മയെ കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി കണ്ണന്റെ അച്ഛന്റെ കൂടെ അമ്മൂമ്മയും കൂടെ വരുമോന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ ഇരിക്കമ്മേ, വെറുതെ പേടിപ്പിക്കാതെ. എനിക്കിപ്പോ ഇരുട്ടിനെ വലിയ ഭയോ. ഏതായാലും ഇറങ്ങ. അവളുടെ മുമ്പിൽ പോയി നിന്നേ അവളോടിനി ചൂടായി സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്താ പിന്നെ നിന്റെ പ്രേതത്തെ കണ്ട് എനിക്ക് പേടിക്കേണ്ടി വരും. അവളുടെ ആൾക്കാരും പോലീസുകാരും കൂടെ നിന്നെ തല്ലിക്കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങ.